നമുക്ക് ഈ സന്തോഷ വാർത്തക്കിടയിൽ സ്ത്രീകൾ നമുക്ക് കന്നിക്കിരീടം കൊണ്ടുതരുമ്പോൾ മറ്റൊരു വാർത്ത കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ വർക്കലയിൽ സംഭവിച്ചതാണ്. തിരുവനന്തപുരത്ത് വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു യുവതിയെ തള്ളിയിട്ടു ഒരു യുവാവ്. ആ ചെറുപ്പക്കാരൻ ആ യുവതിയെ തള്ളിയിട്ടത് എന്തിനാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. മദ്യലഹരിയിലായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആ യുവതി ഇപ്പോഴും ICUവിൽ തന്നെ തുടരുകയാണ്. ആന്തരിക രക്തസ്രാവമുണ്ട് എന്നുള്ളതാണ് അറിയുന്ന വിവരം. 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. പ്രതി മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ട്രാക്കിനടുത്ത് ഈ സ്ത്രീ വീണ ഈ പെൺകുട്ടി വീണ് പരിക്കേറ്റ് കിടന്ന ട്രാക്കിനടുത്തുണ്ടായിരുന്ന ഒരു അയൽവാസി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് കേട്ടുവരാം. രാത്രി ഒരു 8:30 ശേഷമാണ് സംഭവം നടന്നത്. ഞങ്ങൾ അറിയുന്നില്ല. ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നതാണ് കാണുന്നത്. ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അറിയുന്നത് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടു. അപ്പോൾ ബോഡി കമിഴ്ന്നാണ് കിടന്നത്. പിന്നെ ആരെയും തൊടാനൊന്നും അനുവദിച്ചില്ല. അവർ വന്നതിന് ശേഷമേ ബോഡി എന്താണെന്ന് ഏതാണെന്നും നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയാണ് അറിയുന്നത് മരിച്ചിട്ടില്ല. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ പരിക്കുകളുണ്ടായിരുന്നു. കമിഴ്ന്നാണ് കിടന്നത്. ഇല്ല, അത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ അതേ ട്രെയിനിൽ തന്നെ, അതായത് മെമു ട്രെയിനിൽ തന്നെ അവർ ഹോസ്പിറ്റലിലോട്ട്, നമ്മുടെ വർക്കല സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോയത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്നാണ് അറിഞ്ഞത്. മെമു ട്രെയിനിലെ ലോക്കോ പൈലറ്റാണത് കണ്ടത്. ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പതിവില്ലാണ്ട് ട്രെയിൻ നിർത്തിയിട്ടുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കി. അതിന് ശേഷമാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയത്. ഇല്ല, ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രെയിൻ ഇവിടെ നിർത്തിയിടാറുള്ളൂ. വളവാണ്. അപ്പോൾ പിന്നെ നമുക്ക് ട്രെയിൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഇല്ല, അവിടെയും വളവാണ് ഇവിടെയും വളവാണ്. അപ്പോൾ ട്രെയിനിങ് എത്താറാകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കൊപ്പം സുനിഷ യലൂരും TV പ്രസാദും ആഷിൻ ഡിയാഗോയും ചേരുന്നുണ്ട്. സുനിഷ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നാണ് തത്സമയം ചേരുന്നത്. സുനിഷ ഗുഡ് മോർണിംഗ്. TV പ്രസാദ് വെരി ഗുഡ് മോർണിംഗ്. ആഷിൻ ഗുഡ് മോർണിംഗ്. സുനിഷ, ആ സ്ഥലം ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കൂ. എവിടെയാണ് ഈ യുവതി വീണ് കിടന്നിരുന്നത്? അതൊരു വളവുള്ളൊരു സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അയൽവാസിയുടെ പ്രതികരണം കേട്ടു. ആദ്യഘട്ടത്തിൽ ജീവനുണ്ടായിരുന്നില്ല എന്നാണ് സംശയിച്ചിരുന്നതെങ്കിൽ പിന്നീട് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ കുറച്ചധികം നേരം ട്രാക്കിന്റെ ഓരത്ത് കിടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വലിയ വെളിച്ചമോ ആൾ പെരുമാറ്റമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണല്ലേ സുനീഷ? അരുൺ, അതെ, ഒരു ആൾപ്പെരുമാറ്റവും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഏറെക്കുറെ കുറച്ചൊരു കിലോമീറ്ററൊക്കെ മാറിയാൽ 1-2 വീടുകളുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് വീടുകളൊന്നും ഈ പ്രദേശത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതായത് ഈ അയന്തി മേൽപ്പാലത്തിന് സമീപമുള്ള ട്രാക്കാണിത്. ഇവർ പറയുന്നത് വെച്ചാണെങ്കിൽ ഈ വളവിന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ വളവിലാണ് ഈ പെൺകുട്ടി വീണ് കിടന്നിരുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഈ ട്രെയിൻ വളരെ വേഗത്തിൽ പോകുന്നതാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ അയൽക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ ട്രെയിൻ നിർത്തുന്നത് ഏതെങ്കിലും തരത്തിൽ അപകടം നടന്നാലോ ആരെങ്കിലും ഈ ട്രെയിനിലെ മുന്നിൽ ചാടിയാലോ ഒക്കെയാണ് ഈ ട്രെയിൻ നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടാകാറ്. അത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്ന് കരുതി തന്നെയാണ് ട്രെയിൻ നിർത്തിയപ്പോൾ ഇവരെല്ലാം തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാകുന്നത് ആ വളവിനുള്ള ആ ട്രാക്കിൽ കമഴ്ന്ന് കിടന്ന തരത്തിലായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രിക പറഞ്ഞതാണെങ്കിൽ അത് കാണുന്ന 2ാം ട്രാക്ക്, അതുവഴിയാണ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ട്രെയിൻ. അത് ആ 2ാം ട്രാക്ക് വഴിയാണ് പോകുന്നത്. അത് വർക്കലയിൽ നിന്ന് മാറി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ട്രാക്കിൽ നിന്ന് ഇവരെ ചവിട്ടുന്നു. ആ ചവിട്ടിയതിനു ശേഷം ഈ കാണുന്ന 1ാം ട്രാക്കിലാണ് അവർ വീഴുന്നത് എന്നുള്ളതാണ്. ആ ചവിട്ടിൻ്റെ ആഘാതം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഒപ്പം തന്നെ വേഗതയിൽ പോകുന്ന ട്രെയിനാണ്. എത്തരത്തിലായിരിക്കും, എത്ര ആഘാതത്തിലായിരിക്കും വീണിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും വീഴുന്നു. പിന്നീടാണ് നാട്ടുകാർ അറിയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരുൺ, ഇങ്ങോട്ടേക്ക് ഒരു ആംബുലൻസിന് പോലും വരാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെമു നിർത്തിയിട്ടത് കാണുന്നു. മെമുവിൽ തന്നെ ഇവരെ കൊണ്ടുപോയി അടുത്ത വർക്കല
സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒപ്പം തന്നെ വർക്കല സ്റ്റേഷനിൽ നിന്നും വർക്കല ഹോസ്പിറ്റലിലേക്കും പിന്നാലെ തന്നെ ഗുരുതരമായൊരു സാഹചര്യമായതിനാൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും അപകടനില തരണം ചെയ്തു എന്ന് പറയുന്നു. നമുക്ക് തന്നെ ഈ ട്രാക്കിലേക്ക് കയറാൻ നമ്മൾ കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോൾ തന്നെ നിരന്തരമായി 2 ട്രാക്കിലൂടെയും ട്രെയിനുകൾ നിരന്തരമായി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ പെൺകുട്ടി ആ മെമു അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ട്രെയിൻ സ്വാഭാവികമായും ഈ ട്രാക്ക് വഴി മറ്റൊരു ട്രെയിൻ പോവുകയാണെങ്കിൽ ആ സാഹചര്യം തന്നെ മാറുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഭാഗ്യവശാൽ മറ്റൊരു ട്രെയിൻ ആ സമയം ഇതുവഴി പോയില്ല. മെമു എത്തുകയും പിന്നാലെ തന്നെ വർക്കലയിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു ആശ്വാസകരമായ കാര്യമെന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. മറ്റൊരു ട്രാക്കിലേക്കാണ് ആ സമയത്ത് കൃത്യമായിട്ട് മെമു അവിടെ വരികയും മെമുവിലെ ജീവനക്കാരൻ അത് കണ്ടത്. എനിക്കൊന്ന് ലോക്കോ പൈലറ്റ് തന്നെയാണ് അത് കണ്ടതെന്ന് തോന്നുന്നു. അത് കണ്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ അപകടമുണ്ടായേനെ. മറ്റേ ട്രാക്കിലേക്ക് തന്നെയാണോ ഈ കുട്ടി തെറിച്ചു വീണത്? അതെ അരുൺ, ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ, അതായത് ആളുകൾ ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടത് കണ്ടാണ് ഇവിടേക്ക് വരുന്നത്. അവർ സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ ട്രാക്കിൽ, അതായത് ഈ 1-ാം നമ്പർ ട്രാക്കിൽ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഇയാൾ കോട്ടയത്ത് നിന്നാണ് കയറിയിരുന്നത്. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അയാളെ ഇപ്പോൾ മുഖം മറച്ചാണ് കൊണ്ടുവന്നത്. തെളിവെടുപ്പിന്റെ സമയത്ത് സാക്ഷി ഇയാളെ തിരിച്ചറിയുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. കോട്ടയത്ത് നിന്നാണ് ഇയാൾ കയറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വാതിലിൽ നിന്നിരുന്ന ഈ പെൺകുട്ടിയെ, പേയാട് സ്വദേശിനിയാണ് ഈ പെൺകുട്ടി, ആ പെൺകുട്ടിയെ വാതിലിന്റെ അവിടെ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇടുകയായിരുന്നു. സുനിഷ പറയുന്നതനുസരിച്ചാണെങ്കിൽ മറ്റൊരു ട്രാക്കിലേക്ക് കുട്ടി പോയി വീണു. ആ ട്രാക്കിൽ അപ്പോൾ മറ്റു വണ്ടി വരാതിരുന്നതും ഈ മെമുവിൽ ഉണ്ടായിരുന്ന ലോക്കോ പൈലറ്റ് ഈ കുട്ടി സൈഡിൽ കിടക്കുന്നതായി കണ്ടതും തുണയായി എന്ന് വേണം കരുതാൻ, അല്ലേ? അതെ അരുൺ, ഉറപ്പായിട്ടും അങ്ങനെ വേണം കരുതാൻ. അതുകൊണ്ട് അതായത് 8:45 സമയത്താണ് ഏകദേശം ഈ കേരള എക്സ്പ്രസ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. വർക്കല കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് എന്ന് പറയുന്നത്. ആ സമയത്ത്, അതായത് കേരള എക്സ്പ്രസ് ഇവിടെ എത്തുന്ന ആ സമയത്താണ് ഇവിടെ നിന്നാണ് തള്ളിയിടുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് ആ ഭാഗത്തേക്ക് പോകുന്ന മറ്റു ട്രെയിനുകൾ ആ സമയം ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് ഇവിടെ അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചത് എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. കാരണം നാട്ടുകാർ പറയുന്നത് വെച്ച് ഈ ട്രാക്കിലേക്കാണെങ്കിൽ നിരന്തരം നമ്മൾ തന്നെ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ പറയുന്നത് ഇറങ്ങരുത്, മറ്റൊരു സിഗ്നലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. 2 വളവുകളാണ്. ഒരു വളവ് കഴിഞ്ഞ് തൊട്ടടുത്തൊരു വളവാണ്. സ്വാഭാവികമായിട്ടും ട്രെയിനുകൾ അതിൻ്റെ വേഗതയിൽ എത്തുമ്പോൾ മനസ്സിലാക്കാൻ പോലും സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് ട്രെയിനുകൾ അടുത്തെത്തുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ വ്യാപ്തി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ട്രാക്കിൽ നിന്നും ഈ ട്രാക്കിലേക്ക് വീഴണമെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവരെ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്, തള്ളിയിട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര ഗ്യാപ്പുണ്ട്. അതിനിടയിൽ ഇവർ ഇവിടേക്ക് തള്ളിയിടണമെങ്കിൽ ആ വേഗത്തിലാണ് ആ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വലിയ തരത്തിൽ ആളുകൾ ആദ്യം കരുതിയിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു ആത്മഹത്യ